نحمده ونصلي على رسوله الكريم أما بعد. أن عائشة رضي الله عنها أنه قال أن النبي صلى الله عليه وسلم മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു കാന ഇദാ റആ നാശിഅൻ ഫീഹി സമാഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീഹി സമാഇ, ആകാശത്തിലെ മേഘങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നതായി കണ്ടാൽ തറക്കൽ അമല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ജോലിയിലായിരുന്നു ആ ജോലിയെ ഉപേക്ഷിക്കുകയും വൈകാന ഫീ സ്വലാത്തി, അത് നമസ്കാരത്തിലാവട്ടെ ഇബാദത്തിലാവട്ടെ ഏത് ജോലിയിലായിരുന്നെങ്കിലും ആ ജോലി മാറ്റി വെച്ചിട്ട് സുമ്മ യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ ശർരിഹാ, ആ ഷർറിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് നോക്കി ആകാശം തെളിഞ്ഞു കിടക്കുന്നതായ സാധാരണ ആകാശത്തിന്റെ മേഘങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ വലിയൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതാപിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നും കാവലിനെ ചോദിക്കുമായിരുന്നു. ഫഇന്ന മത്തറു, ഇനി ആ മേഘത്തിൽ നിന്നും മഴയാണ് പെയ്തതെങ്കിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅൻ, സാവധാനമുള്ള സമൃദ്ധമായ മഴ നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അപ്പം ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് ആകാശത്തിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്ന കണ്ടാൽ നിമിതങ്ങൾ തന്റെ ഏത് ജോലിയിലാണോ അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്, അത് ഇബാദത്തിലായിരുന്നാൽ പോലും അത് മാറ്റി വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ എന്ന് ദുആ ചെയ്യുമായിരുന്നു. ഇനി സമൃദ്ധമായ ഇനി മഴയാണ്, അതാപൊന്നുമല്ല, മഴ പെയ്യാനുള്ള മേഘമാണ് കണ്ടത്, അതിൽ നിന്നും മഴ പെയ്യുന്നതായി കണ്ടാൽ അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅൻ, സാവധാനമുള്ള സമൃദ്ധമായ മഴ നീ പെയ്യിക്കണമേ, ആ ഈ മഴയിൽ നിന്നും യാതൊരു വിധേയ ബുദ്ധിമുട്ടും ആർക്കും വരല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസഫത്തി റീഹു, അതുപോലെ കാറ്റ് വീശുന്നത് കണ്ടാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ, അല്ലാഹുവേ ഈ കാറ്റിൽ നിന്നും നിന്നോട് ഞാൻ ഖൈറിനെ ചോദിക്കുന്നു, വഖൈറ മാ ഫീഹ, അതുപോലെ ഈ കാറ്റിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ എന്തെല്ലാം നന്മകളുണ്ടോ ആ ഖൈറിനെ ഞാൻ ചോദിക്കുന്നു, വഖൈറ മാ ഉർസിലത് ബിഹി, അതുപോലെ ഈ കാറ്റിൽ നീ എന്തിനു വേണ്ടിയാണോ അയച്ചത് ആ കാറ്റിൽ നിന്നും നിന്നോട് ഞാൻ ഖൈറിനെ ചോദിക്കുന്നു എന്ന് ദുആ ചെയ്യുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാറ്റിൽ നിന്നും ഖൈറിനെയും ചോദിക്കും. അതുപോലെ വഅഊദു ബിക മിൻ ശർരിഹാ, ഈ കാറ്റിൽ നിന്ന് എന്തെങ്കിലും ഷർറാണ് വരുന്നതെങ്കിൽ ആ ഷർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വശർരി മാ ഫീഹാ, അതുപോലെ ആ കാറ്റിന്റെ ഉള്ളിലുള്ള ഷർറിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വശർരി മാ ഉർസിലത് ബിഹി, അതുപോലെ ഈ കാറ്റ് എന്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടത് ആ ഷർറിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം മുൻഗാമികളായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ധാരാളം തലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. അത് പലരെയും കാറ്റുകൊണ്ടും അതുപോലെ മഴ കൊണ്ടും ജലപ്രളയം കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ ജലപ്രളയം ഉണ്ടായി ആ സമൂഹത്തെ തന്നെ ആ പരമ്പരയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്നുള്ളത് അറിയാം. അതുപോലെ ആദ് സമൂഹത്തെ കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചൊരു സമൂഹമാണ് ആദ് സമൂഹം. ഇന്ന് നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നതും അതുപോലുള്ള പ്രകൃതി ദുരന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
മാറാവട്ടെ. അവരുടെ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനം, ഈമാനികമായ സമാധാനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വൈദാ തഖയ്യറത്തുസ് സമാ, ആകാശത്തിലേക്ക് നോക്കിയിട്ട് ആകാശത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം സംഭവിക്കുന്നത് കണ്ടാൽ തഗയ്യറ ലൗനഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ ആ തെളിച്ചം പോയിട്ട് മുഖം ഒരു വല്ലാത്ത ഒരു നിറത്തിലായിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ തെളിഞ്ഞിരിക്കുന്ന മുഖത്തിന് എന്തെങ്കിലും ഒരു വിഷമം നേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ഭംഗി തന്നെ മാറിപ്പോയി. അതുപോലെ തഗയ്യറ ലൗനഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് ഒരു വ്യത്യാസം സംഭവിച്ചിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കടക്കും, അത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, വീണ്ടും വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കും. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകാശത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഭയങ്കരമായ ബേജാറും ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കും, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കും. ഇത് തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കും, കയറിയിട്ട് മുമ്പോട്ട് നടക്കും, പിന്നിലേക്ക് നടക്കും. ഇതേപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടി ബേജാറായി സമാധാനമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കും. ഇതാ മത്തറത്ത്, ഈ ആ മേഘത്തിൽ നിന്നും സമൃദ്ധമായ അല്ലെങ്കിൽ മഴയാണ് പെയ്യുന്നതെങ്കിൽ സുഫിയ അനുഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കും. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കും. ഫഅറഫ്തു ദാലിക ഫീ വജീഹി, ആ സന്തോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് കാണാമായിരുന്നു. ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഫസഅൽതുഹു ഫഖാല ലഅല്ലഹു യാ ആയിഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ബേജാർ സമാധാനക്കേട് കണ്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് ചോദിക്കും, കമാ ഖാല ഖൗമു ആദിൻ, ആദ് സമൂഹം ഇതുപോലെയായിരുന്നു. എന്താണ്, അവർ ആകാശത്തേക്ക് നോക്കിയിട്ട് ഫലമ്മാ റഔഹു ആലിമൻ മുസ്തഖ്ബില ഔദിയതിഹിം, ആ മഴമേഘങ്ങളാണ് എന്ന് അവർ ധരിച്ചു പോയിരുന്നു. ഖാലൂ ഹാദാ ആലിമൻ മുൻദിറുന, പക്ഷേ അത് മഴമേഘങ്ങളല്ലായിരുന്നു, അവർക്ക് ആ മേഘങ്ങളിൽ നിന്നുള്ള ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അതുപോലെ ഈ മേഘങ്ങളിൽ നിന്നും, ഈ കാർമേഘങ്ങളിൽ നിന്നും മഴ പെയ്യാനാണോ ഇനി അള്ളാഹുവിന്റെ ശിക്ഷയാണോ ഇറങ്ങുന്നതെന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വീടിന്റെ ഉള്ളിലേക്ക് കടക്കുകയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഇത് തന്നെ ചെയ്യുമായിരുന്നു. ഇത് കണ്ടിട്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചതും, നബിതങ്ങൾ ആദ്യ സമൂഹത്തിന് വന്ന ശിക്ഷ പോലെ നമുക്ക് വരുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. അതുപോലെ അല്ലാഹു നമുക്ക് നൽകുന്നതായ മഴ സമൃദ്ധമായ സമാധാനമുള്ള മഴ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വയനാട്ടിലും അതുപോലുള്ള സ്ഥലങ്ങളിലും കണ്ടെത്താനുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമുക്കും അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഹലാലായ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം അല്ലാഹു പരിപൂർണ്ണമായി സഫലീകരിച്ച് നൽകുമാറാവട്ടെ. അതെല്ലാം രോഗികളായി കഴിയുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു ആജിലായ കാമിലായ മുസ്തഖറായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി